സോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നമ്മളെ ലോട്ട് സൈസ് അതേപോലെ തന്നെ SL TP അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ്. ഇത് പ്യുവർ ഫോർ ബിഗിനേഴ്സിനുള്ള ഒരു സംഭവമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ മാക്സിമം നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, അതേപോലെ തന്നെ മാക്സിമം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. സോ നമ്മൾ ലോട്ട് സൈസിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇൻട്രോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. സോ ലോട്ട് സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ എല്ലാ കാര്യം നോക്കുന്നുണ്ട്. സോ ഈ വീഡിയോയിലൂടെ 5Kൻ്റെയും 10Kൻ്റെയും അതേപോലെ തന്നെ നമ്മൾ എങ്ങനെ SL വെക്കും, എങ്ങനെ നമ്മൾ ലോട്ട് സൈസ് എത്ര തന്നെ ആക്കണം, അതേപോലെ തന്നെ TP എത്ര വെക്കണം, TP എങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് വെക്കും, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പ് നിങ്ങൾ ചാനൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ മാക്സിമം നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോ. ഇതൊരു യൂസ്ഫുൾ കണ്ടന്റ് ആയിരിക്കും, എല്ലാവർക്കും വളരെ താല്പര്യമുള്ള കണ്ടന്റാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച വീഡിയോ ആണിത്. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് SLും TPയും വെക്കാം എന്നുള്ളതാണ് കേട്ടോ. സോ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ബ്രോക്കർ അക്കൗണ്ട് എടുത്ത് കാണിച്ചു തരാം. സോ നിങ്ങൾ മാച്ച് ട്രേഡറിലാണെങ്കിലും MT5ലാണെങ്കിലും ഇനിയിപ്പോൾ വേറെ ഏത് പ്ലാറ്റ്ഫോം ആയാലും നിങ്ങൾക്ക് TP വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഏതപ്പോൾ എടുക്കുക, GBP USD തന്നെ എടുക്കാം. സോ GBP USDയിൽ നമുക്കിവിടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. സോ ഈ എൻട്രി നമ്മൾ മിസ്സാക്കി. സോ നിങ്ങൾ എങ്ങനെ എൻട്രി ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും ഓർഡേഴ്സിൻ്റെ അവിടെ വരുമല്ലോ, ഓർഡേഴ്സിൻ്റെ അവിടെ വരുമ്പോൾ ഇപ്പം എനിക്ക് ഇവിടുന്നാണ് എൻട്രി ഇടേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ന്യൂ ഓർഡറിൽ കൊടുക്കും. എല്ലാത്തിലും ഉണ്ടാവും ന്യൂ ഓർഡർ എന്ന് പറഞ്ഞിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ലോട്ട് സൈസ് കൺട്രോൾ ചെയ്യാനുള്ള സംഭവം ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാനൽ ഓപ്പൺ ആയി വരും. ഇത് മാച്ച് ട്രേഡർ ആട്ടോ. സോ നിങ്ങൾക്ക് അതായത് SL. സോ ഞാൻ വേറൊരു സംഭവം എടുത്ത് കാണിച്ചു തരാം. സോ ഇതിൽ നമുക്ക് US30 നമുക്ക് എടുക്കാം. സോ അതാണെങ്കിൽ ഒന്നും കൂടിയും അടിപൊളിയായിട്ട് നമുക്ക് കാര്യങ്ങൾ ഇതാക്കാൻ പറ്റും. ഓക്കെ, സോ US100. ഓക്കെ, NAS100 ഇത് നാസ്ഡാക്ക് ആണ് കേട്ടോ. സോ എങ്ങനെ ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ, ന്യൂ ഓർഡർ ആക്കി കഴിഞ്ഞാൽ ഇവിടെ 0. ഈ വോഡി എന്നുള്ളതാണ് ലോട്ട് സൈസ് ആയിട്ട് നമ്മൾ കണക്കൂട്ടുന്നത്. ഓക്കെ, സോ SL ഞെക്കുക, എന്നിട്ട് എവിടെയാണ് SL വെക്കുന്നത് വെച്ചാൽ അവിടെ കൊണ്ടേ വെക്കുക. സോ എനിക്ക് ഈ ഒരു റേഞ്ചാണ്. സോ SL ഒരിക്കലും നിങ്ങൾ ഇതോടെ അടുപ്പിച്ച് വെക്കരുത്. ഓക്കെ, അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പ്രെഡ് ഉണ്ടാവും. സ്പ്രെഡ് കാരണം നിങ്ങളിത് നേരത്തെ അടിക്കും. അപ്പോൾ കുറച്ചൊരു 10-20 പോയിന്റ് ഇറക്കിയിട്ട് വെക്കുക, ഇത്രത്തോളം വെക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും $10 ആണ് എന്ത് ഇവിടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത്. എന്നിട്ട് ഈ TP ഇതിൻ്റെ മേലെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ $16 പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ, സോ ഇപ്പോൾ എനിക്ക് മാക്സിമം റിസ്ക് വെക്കാൻ പറ്റുന്നത് $25 ആണ്. ഓക്കെ, അപ്പോൾ $25 സ്പ്ലിറ്റ് ആക്കുക. ഇപ്പോൾ ഇവിടെ $10 ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് $20 വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ലോട്ട് സൈസ് ആണ് കൂട്ടി. ഇപ്പോൾ 0.02 ആയി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും $22 ആയത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ടാർജറ്റും ഇവിടെ കൂടും. പ്രോഫിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് കുറച്ചാണ് കയറ്റി വെച്ചാൽ മതി, $31 ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇല്ലേ. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ ആദ്യം SL വെക്കുക, എന്നിട്ട് TP വെക്കുക. TP നിങ്ങൾ വെച്ചില്ലെങ്കിലും പ്രശ്നമില്ല, SL വെക്കുക. എന്നിട്ടാണ് നിങ്ങൾക്ക് റിസ്ക് വെക്കാൻ പറ്റുന്നത് എത്രയാണോ, നമ്മൾ 1% മേലെ റിസ്ക് വെക്കില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. സോ എത്രയാണോ റിസ്ക് വെക്കേണ്ടത് അതിനനുസരിച്ച് നമ്മളെ ലോട്ട് സൈസ് കൂട്ടിയും കുറച്ചും കളിക്കുക. സോ ഇത് നാസ്ഡാക്ക് ഫ്യൂച്ചേഴ്സ് ആണ്. സോ ഇതിൽ ഹൈ വോളിയം ഉള്ള കറൻസിയാണ്. ഇനിയിപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ വേറെ ഏതിലേലും ട്രേഡ് ഉണ്ട്. സോ ഓൾ സിമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഫേവറേറ്റ് പോയി കഴിഞ്ഞാൽ എനിക്ക് യൂറോ USDയിൽ ഒരു ട്രേഡ് എടുക്കണം. ഓക്കെ, സോ യൂറോ USDയിൽ ഒരു ട്രേഡ് എടുക്കണം. അതേപോലെ തന്നെ ഓക്കെ, എനിക്ക് ഇവിടുന്ന് ഒരു സെൽ ഓർഡർ വെക്കണം. സോ ഞാൻ എന്ത് ചെയ്തു, ന്യൂ ഓർഡർ പോയി. സോ ഞാൻ കുറച്ച് മേലെ കയറ്റി വെച്ചു, ഇത്ര മേലെ കയറ്റി വെച്ചു. ഇവിടെ നിന്ന് ഓർഡർ ഒന്നുമില്ല, എനിക്ക് $20 മാക്സിമം റിസ്ക് വെക്കാൻ പറ്റുക. സോ ഞാൻ എന്ത് ചെയ്തു, എൻ്റെത് ഇങ്ങനെ കൂട്ടി. ഇപ്പോൾ ഇവിടെ $10 ആയില്ലേ, $10 എന്ത് ചെയ്യും, ഞാൻ 2 ആക്കിയിട്ട് ഇടും. അതായത് 0.5 0.5 എന്നാക്കിയിട്ട് 2 ആക്കിയിട്ട് ഇടും, സ്പ്ലിറ്റ് ആക്കിയിട്ട് ഇടും.
എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ടി പി ഇതിൻ്റെ അടിയിലും കൊണ്ടുപോയി വെക്കും, ഒരു ടി പി ഇതിൻ്റെ മേളിലും കൊണ്ടുപോയി വെക്കും, ഇവിടെ ആയിട്ടും വെക്കും. ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക. മനസ്സിലായോ? സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. സോ നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലിയും വെക്കാം. സോ സ്പ്ലിറ്റ് ചെയ്ത് വെക്കണതായിരിക്കും അടിപൊളി. സോ എൻട്രി ഇടുന്ന ടൈമിൽ നിങ്ങൾക്ക് വേറെ ഏതിലേലും കാണിച്ചു തരാം. സോ നമുക്കിപ്പോൾ കറൻ്റ്ലി എൻട്രി ഉള്ള ഒന്നുമില്ല. ഓക്കെ, സോ ഒരു സാധനം നമുക്കിപ്പോൾ എൻട്രി എന്ന് പറയാൻ മാത്രത്തിന് ഇല്ല. സോ ഉള്ള എൻട്രിയൊക്കെ നമ്മൾ മിസ്സാക്കി കഴിഞ്ഞു. ഓക്കെ, സോ എൻട്രി ഇടുമ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും നമ്മളുടെ ഒരു വീഡിയോയും കൂടി ലോഡ് സൈസിൻ്റെ വരുന്നുണ്ട്, അതിൽ ഞാൻ എന്തായാലും എൻട്രി ഇടുമ്പോൾ ഉള്ളത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ലോഡ് സൈസും കാര്യങ്ങളും കണ്ടെത്തേണ്ടത്. ഓക്കെ, സോ SL വെക്കണമെന്ന് എങ്ങനെയാണ് പഠിച്ചു, ലോഡ് സൈസ് കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് പഠിച്ചു, TP വെക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു, സ്പ്ലിറ്റ് ആക്കി വെക്കേണ്ടത് എങ്ങനെയാണ് പഠിച്ചു. സോ ഇനി സ്പ്ലിറ്റിങ്, അതായത് പാർഷ്യൽ ക്ലോസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. സോ പാർഷ്യൽ ക്ലോസിൽ സോ ഞാനൊരു ചെറിയ ഉദാഹരണം കാണിച്ചു തരാം. സോ ഞാൻ ഇവിടെ ഒരു ചെറിയ ബൈ ഇട്ടു. ഓക്കെ, സോ പാർഷ്യൽ ക്ലോസിൽ ഇവിടെ ഒരു പെന്നിൻ്റെ ഐറ്റം കാണും, ഇവിടെ ഒരു പെന്നിൻ്റെ ഐറ്റം വരും. ഓക്കെ, പാർഷ്യൽ ക്ലോസ് ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു പെന്നിൻ്റെ ഐറ്റം വരും. ആ പെന്ന് ഞെക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ മിനിമം ലോട്ടാണ് ഇട്ടിട്ടുള്ളത്. ഈ മിനിമം ലോട്ടിൽ ഇനി പാർഷ്യൽ ക്ലോസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പെന്നിൻ്റെ ഐറ്റം വരും. നിങ്ങൾക്ക് എത്രയാണ് ക്ലോസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ അടിച്ചു കൊടുത്ത് സേവ് ആക്കി കഴിഞ്ഞാൽ പാർഷ്യൽ ക്ലോസ് ആയി. അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ സംഭവം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു ട്രേഡ് ഇട്ട് കാണിച്ചു എന്നുള്ളൂ. സോ നിങ്ങൾക്കിവിടെ 21 സെൻറ്റ് ലോസായി, നോ പ്രോബ്ലം, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. സോ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നമ്മളിപ്പോൾ ലോഡ് സൈസ്, SL, TP, സ്പ്ലിറ്റ്, പാർഷ്യൽ ക്ലോസ് എല്ലാം പഠിച്ചു. ഇത്രയേ ഉള്ളൂ പാർഷ്യൽ ക്ലോസിൻ്റെ സംഭവം. സോ ഇത് ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്തായാലും പാർഷ്യൽ ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ TP എപ്പോഴും ബ്രേക്ക് ലെവലിൽ കൊണ്ടുപോയി വെക്കാൻ ശ്രദ്ധിക്കുക. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് കുറച്ച് കയറിയിട്ട് ഇറങ്ങിപ്പോയാലും നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. ആ ട്രേഡിൽ നമ്മൾ പ്രോഫിറ്റബിൾ ആയിരിക്കും. സോ അത് തന്നെയാണ് സംഭവം. സോ മാക്സിമം എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് പ്രോഫിറ്റിൻ്റെ എണ്ണം കൂട്ടാനും പറ്റും. അതേപോലെ തന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എത്ര ലോസ് വന്നാലും റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യേണ്ടത്. ലോട്ട് സൈസ് കൺട്രോൾ ചെയ്യണം. ലോട്ട് സൈസ് കൺട്രോൾ ചെയ്യാതെ തോന്നിയ മാതിരി ഇട്ട് സോ നിങ്ങൾ ഒരു ട്രേഡിൽ $20 റിസ്ക് വെക്കണമെന്ന് വെച്ചാൽ ആ $20 മേലെ പോകാനേ പാടില്ല. ഓക്കെ, സോ 20 അല്ലെങ്കിൽ 25 ഡോളറാന്ന് വെച്ചാൽ $22 മാക്സിമം നിങ്ങൾ റിസ്ക് വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. ഇതുവരേക്കും